അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് കരഞ്ഞ് 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 തളർന്നു കിടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ എന്തോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയുണ്ടാക്കുന്ന രീതിയിൽ കരഞ്ഞ് കരഞ്ഞ് അവശയായി കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്നിട്ട് അവിടെന്ന് ചോദിച്ചു, ആയിഷ നീ എന്തിനാ കരയുന്നേ? എന്താണ് നിന്നെ കരയിപ്പിച്ചത്? നിന്റെ മനസ്സിനെ ഇത്രയ്ക്കും വല്ലാത്ത വേദനകൾ നിനക്ക് എന്താണ് സമ്മാനിച്ചത്? എന്താണ് നിനക്ക് പറ്റിയത് എന്ന് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് അങ്ങയുടെ പ്രഭാഷണത്തിൽ പറഞ്ഞ ആ പരലോകമാണ്. അങ്ങ് പരലോകത്തെ കുറിച്ച്, ആ പരലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച്, ആ വിചാരണയുടെ രംഗങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞുപോയത്. എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല, എന്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണെന്ന് പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഷാളെടുത്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിങ്ങനെ തുടച്ചു കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തൊന്ന് സന്തോഷമുണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു പുഞ്ചിരി ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവാചകന് ചില തമാശകൾ പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, എന്നോട് വല്ലാത്ത സ്നേഹമാണോ നബിയേ? എന്നോട് വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് ആയിഷ. കാരണം എന്റെ ഭാര്യമാരിലെ വയസ്സ് കുറഞ്ഞവളല്ലേ ആയിഷ, നിന്റെ കണ്ണങ്ങൾ നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കരച്ചിൽ മാറ്റുന്നതിന് വേണ്ടി പ്രവാചകൻ തന്റെ ഭാര്യയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഹൽ യദ്കുറൂന അഗ്നീകും യൗമൽ ഖിയാമ. അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ഒരു ചോദ്യം ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്, പ്രവാചകന്റെ കൈകാലുകൾ വിറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കരയുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫഹൽ യദ്കുറൂന അഗ്നീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിലേക്ക് ഞാൻ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം എന്നോട് ഈ സ്നേഹമുണ്ടാകുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ, പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്തിനാ നബിയേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, ആയിഷ,
പരലോകത്തെ കുറിച്ച് നിനക്കറിയുമല്ലോ ആയിഷ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ അന്നത്തെ ദിവസമെങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല ആയിഷ. ഒരു പെണ്ണ് പ്രസവിക്കുന്ന വേദന അറിയാത്ത ദിവസമാണ്, അവൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. പടച്ചവനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടി ഒളിക്കുന്ന ദിവസമാണ് ആയിഷ. പടച്ചവനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ സലാസത്തിന് 3 സ്ഥലങ്ങളുണ്ടല്ലോ. നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ആ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട് ആയിഷ, 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യന് കടന്നു ചെന്നാൽ, വാപ്പ മുന്നിലൂടെ നടന്നു പോയാൽ, ഉമ്മ മുന്നിലൂടെ നടന്നു പോയാൽ, പടച്ചവനെ കൂടപ്പിറപ്പാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയിഷ അല്ലാഹുവിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഫലാ യദ്കുറു അഹദുൻ അഹദാ, അവനവനല്ലാതെ മറ്റൊരാളും കാണില്ല. ആയിഷ നീയല്ലാതെ ഒരാളും നിന്നെ സഹായിക്കില്ല, ഒരാളും നിന്നോട് പരിചയം കാണിക്കില്ല. നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടപ്പിറപ്പും നിന്റെ കൂട്ടുകാര് ആര് നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലമുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു പോയി, ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ആ 3 സ്ഥലങ്ങളൊന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരാളും നിന്നെ പരിഗണിക്കാത്ത 1ാമത്തെ സ്ഥലമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുനിയാവിന്റെ തുടിക്ക് മുകളിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലങ്ങളുണ്ടല്ലോ. പടച്ചവനെ 30, 40, 50, 60, 70 വർഷക്കാലം ഈ ദുനിയാവിന്റെ തുടിക്ക് മുകളിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കുമ്പോ ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമുണ്ടല്ലോ, ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമുണ്ടല്ലോ. നാളെ പടച്ചവനെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന, പടച്ചവനെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു ചോദിക്കുന്ന ഒരവസരമുണ്ടല്ലോ. അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടമായി ചെയ്തത്, അഹങ്കാരത്തോടെ ചെയ്തത്, പടച്ചവനെ ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവരംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ 1ാമത്തെ സ്ഥലം വിചാരണയുടെ സ്ഥലമാണ് ആയിഷ. അല്ലാഹു വിചാരണ ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന രംഗമുണ്ടല്ലോ, ആ മനുഷ്യനും നിന്നെ ഒരാളും തിരിഞ്ഞു നോക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ 2ാമത്തെ സ്ഥലമേതാ നബിയേ? എന്റെ പ്രിയമുള്ളവരെ, ചുമലിരിക്കുന്ന നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും ഇരിക്കുന്ന ആ 2 മലക്കുകൾ ഉറങ്ങാതെ 24 മണിക്കൂർ അവരിങ്ങനെ എഴുതി വെച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നാളെ ആ കിതാബുണ്ടല്ലോ, ആ നന്മതിന്മകൾ എഴുതിയ കിതാബുണ്ടല്ലോ, പടച്ചറപ്പ് തൂക്കി നോക്കുന്ന രംഗമുണ്ടല്ലോ, ആ കിതാബ് നമ്മുടെ കയ്യിലേക്ക് എടുത്തു തരുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ സമയത്ത് ജനങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാ, ആലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ.
ഇതെന്ത് കിതാബാ പടച്ചവന്, ഇതെന്ത് പുസ്തകമാ പടച്ചവര്, ജീവിതത്തിൽ ചെയ്തത് മുഴുവനും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാന്, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ റഹ്മാന്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ആയിഷ രണ്ടാമത്തെ സ്ഥലമേതം അറിയുമോ? അത് മീസാനിന്റെ മുന്നിലാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു വിറച്ചുകൊണ്ട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ മൂന്നാമത്തെ സ്ഥലമേതാ നബിയേ? വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, കൂടപ്പിറപ്പില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, ശരീരത്തിന്റെ അവയവങ്ങൾ പോലും എതിരാകുന്ന പടച്ചറപ്പിന്റെ പരലോകത്തിലെ മൂന്നാമത്തെ സ്ഥലമേതാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവനെ നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ഒരു മുടി 7 മുറിച്ചിട്ട് അതിലൊരംശം എങ്ങനെയാണോ അതിനെക്കാളും നേർമയായ ഒരു പാലമുണ്ടല്ലോ, നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെത്തിയാ ഫലാ യദ്കുറു അഹദുൻ അഹദാ, പിന്നെ ഒരാളും ഒരു മനുഷ്യനെയും തിരിഞ്ഞു നോക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിനകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവിടെന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ ആയിഷ ബീബി ചോദിച്ചു, ഈ ഇഷ്ടം നാളെ പരലോകത്ത് വരുമ്പോഴും കാണും, അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഈ സ്നേഹം എന്നോടുണ്ടാകുമോ? എന്നെ കൂടെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? വല്ല പരിഗണനയും എന്നോട് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 സ്ഥലം പറയുന്നു. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദനാ റബ്ബി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70000 ലാ ഹിസാബ അലൈഹിം വലാ അദാബ മഅ കുല്ലി 1070. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെ മുഴുവനും പിടിച്ചു നിർത്തുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസരമുണ്ടല്ലോ, ആ സമയത്ത് 70,000 പേര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും ആയിഷ. ആ 70,000 പേരിൽ ഓരോ മനുഷ്യന്റെ കൂടെയും 70,000 ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ വിചാരണയില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മൻ ഹൂസിബ യൗമൽ ഖിയാമ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു വിചാരണ ചെയ്യാൻ പിടിച്ച അവൻ നശിച്ചു പോകുമെന്ന് മഹ്ദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാളെ റബ്ബ് ചെയ്തത് മുഴുവനും എണ്ണി ചോദിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്ത് ഒരാളെയും നമ്മളെ തിരിഞ്ഞു നോക്കൂല. ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം. ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ എന്റെ പ്രിയമുള്ളവരെ, 6 സ്വഭാവം ആർക്കുണ്ടോ, 6 നന്മകൾ ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 6 നല്ല കാര്യം ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അവർക്കാണ് ഹിസാബ് യസീറ എന്നൊരു ഹിസാബുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുന്നിൽ ഇപ്പൊ സിറാജ്, ഞാൻ വഴുത പറയുന്ന ഞാൻ നാളെ മരിച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കുമ്പോ അള്ളാഹു എന്നോട് ചോദിക്കും, സിറാജ് നിസ്കാരമൊന്നും ഇല്ലല്ലോ? ഇല്ല പടച്ചവനെ. ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല പടച്ചവനെ. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ? ചെയ്തു പടച്ചവനെ. എല്ലാം ഞാൻ സമ്മതിക്കും. എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ മുഴുവനും ഞാനിങ്ങനെ സമ്മതിക്കുമ്പോ അവസാനം അള്ളാഹു പറയും,
എല്ലാം സമ്മതിച്ച് കഴിയുമ്പോ കേറി പോടാ, എന്റെ കരുണ കൊണ്ട് നീ കേറിപ്പോക്കോ എന്നിങ്ങനെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന ചില വിഭാഗമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുള്ള മഹാന്മാരൊന്ന് കൈവക്കിക്കോ, പൊക്കിക്കോ, വേറെ വഴിയൊന്നുമില്ല. ചിലപ്പോ ഇതേ കാണത്തുള്ളൂ. ചിലപ്പോ നീ ഈ കൈപൊക്കിയതിന്റെ പേരിൽ നിനക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ഒന്നും വേണ്ട, ഒരുപാട് വലിയ സൽക്കർമ്മൊന്നും വേണ്ട. ഒരു നായിക്ക് വെള്ളം കൊടുത്തേനല്ലേ ഒരു പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തേ? വളരെ മോശമായ വ്യഭിചരിച്ച് നടന്ന ഒരു പെണ്ണ് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേര് സ്വർഗം കിട്ടി. 5 നേരം നിസ്കരിച്ച് ദിക്റും ദുആയും ഖുർആനും ഒരുപാട് സൽക്കർമ്മവുമായി നടന്ന ഒരു പെണ്ണ് ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതിരുന്നപ്പോൾ നരകവും കിട്ടി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അള്ളാഹു അങ്ങനെ വല്ലാത്ത കരുണയാണ്. അള്ളാഹുവിന് വല്ലാത്ത കരുണയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 2 ആൾക്കാരെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ പരലോകത്ത് 2 ആൾക്കാരെ കൊണ്ടുവരും. 2 പേരോടും അള്ളാഹു പറയും നരകത്തിൽ പൊക്കോളാൻ. 2 പേരോടും പറയും നരകത്തിൽ പോകാൻ. നരകത്തിലേക്ക് പോകാൻ പറയുമ്പോ ഒരുത്തനാണെങ്കിൽ ഒറ്റ ഓട്ട. നരകത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഒരുത്തൻ ഒറ്റ ഓട്ടം ഓടുവാ നരകത്തിലേക്ക്. രണ്ടാമത്തെ മനുഷ്യനാണെങ്കിൽ കുറച്ചു മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞു നോക്കും, പിന്നെയും മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞു നോക്കും, പിന്നെയും മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞ് ഇങ്ങനെ പോവാ. 2 പേരും നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ അള്ളാഹു 2 പേരെയും തിരിച്ചു വിളിച്ചു. അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 6 കാര്യങ്ങളും പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. ഇൻഷാ അല്ലാഹ് കറക്റ്റ് 10:30 ചവിട്ടി നിർത്തി ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയേ, നാളെ വിചാരണയില്ലാതെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗ്യവാൻ ആരാ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത 1ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു, സ്വഹാബാ, അള്ളാഹു പരീക്ഷണം കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പടച്ചവനെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോ കണ്ണീര് റബ്ബിങ്ങനെ തോരാതെ നിനക്ക് തന്നുകൊണ്ടിരിക്കുമ്പോ, പടച്ചവനെ നിന്റെ കച്ചവടം നഷ്ടത്തിലാകുമ്പോ, നിനക്ക് ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ, നിന്റെ മക്കൾക്ക് രോഗം പിടിക്കുമ്പോ, നിന്റെ വീടിനകത്ത് റബ്ബേ സമാധാനമില്ലാതെ വരുമ്പോ, പടച്ചവനെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് അള്ളാഹു പ്രയാസങ്ങൾ മാത്രം തരുമ്പോ ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ശ്രമിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1ാമത്തെ വിഭാഗം അള്ളാഹു ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കൊടുക്കുന്ന സമയം ഇത് അള്ളാന്റെ തീരുമാനമാണ്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവന് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഓരോന്നിങ്ങനെ ദുഃഖങ്ങൾ മാത്രം കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയണം, ഉസ്താദിന്റെ അടുത്ത് പോയി പറയും, ഉസ്താദെ 5 നേരം ഞാൻ നിസ്കരിക്കുമല്ലോ ഉസ്താദെ, ഒരു വഖത്ത് പോലും ഞാൻ കൊള്ളയാക്കത്തില്ലല്ലോ, ഏത് പരിപാടിക്കും വഅലിനാകട്ടെ മജ്ലിസുൻ നൂറിനാകട്ടെ സ്വലാത്തിനാകട്ടെ ഏതിനും ഞാൻ മുൻപന്തിയിൽ ഉണ്ടാവുമല്ലോ ഉസ്താദെ, എത്ര ഞാൻ എന്റെ കയ്യിൽ ഇല്ലെങ്കിലും ഉള്ളത് ഞാൻ തരുമല്ലോ, സദക്ക ചെയ്യുമല്ലോ, എന്നാൽ എനിക്കിത് വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരീക്ഷണം കടന്നു വരുന്ന സമയത്ത് ഇത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാനും നിങ്ങളും ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സിറാജ്, എടാ നീ ജീവിതത്തിൽ ഇന്നതൊക്കെ നീ അനുഭവിക്കണം, നിനക്ക് ഇന്നതൊക്കെ കിട്ടും, നീ തിന്നേണ്ട ഭക്ഷണം ഇതാ, അതിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്തിന്? എന്റെ ഭാര്യ ആരാ, എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എത്ര പണം കിട്ടും, ഞാൻ എത്ര വയല് പറയുന്ന ആളാകും, എന്തിന്? അവസാനം ഞാൻ എത്ര വയസ്സ് ജീവിക്കും, എവിടെ കിടന്ന് മരിക്കും, മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ, എന്നെ എവിടെ കബറടക്കും, ഈ കാര്യങ്ങൾ മുഴുവനും ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിരിക്കുക. അത് അനുഭവിക്കാതെ പോകാൻ കഴിയോ? അതൊക്കെ അനുഭവിക്കാതെ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാണ്, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഏ മനുഷ്യ, നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹ് പറയുകയാ, അല്ല, അതാ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് നിന്റെ മുൻഗാമികൾ ഒരുപാട് അനുഭവിച്ചല്ലോ. അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, അതിരാത്രി കടന്നു വന്നവര് നമ്മൾ എപ്പോഴും പറയും, ഉസ്താദേ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാ, അല്ലാഹുവിന് എന്നോടെന്തോ ദേഷ്യമാ, പടച്ചവൻ എന്നോടെന്തോ ദേഷ്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് കൊല്ലങ്ങളായി വർഷങ്ങളായി എനിക്ക് മക്കളെ തരാത്തത്, എന്റെ രോഗം മാറാത്തത്, എനിക്ക് സമാധാനം തരാത്തത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് തരാത്തത്, എന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് തരാത്തത്, എന്റെ മക്കൾക്ക് നല്ല ഒരു ജീവിതം തരാത്തത്. പടച്ചവനെ പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹു നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിന്നെ കരയിപ്പിച്ചിട്ടും പടച്ചറപ്പിനൊന്നും നേടാനല്ല, എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചറപ്പ് നിനക്ക് കണ്ണീര് തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് വേദന തരുന്നത്, നിനക്ക് പ്രയാസം തരുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയും അറിയുമോ? അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാ. ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെ മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, അല്ലാഹുവിന് നബി ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ, എത്ര മക്കളുടെ മയ്യത്ത് എന്റെ പ്രിയമുള്ളവരെ ഉമ്മയുടെ കണ്ണ് കൊതിതീരാൻ കൊടുത്തോ? ഇല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പരീക്ഷണം തരും. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് അള്ളാഹു ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ അല്ലല്ലോ, വെറുതെ അല്ലല്ലോ. ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കണ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? ഞാനും നിങ്ങളും ദുആ ചെയ്യും, അത് തരല്ലേ അല്ലാഹ്. അങ്ങനല്ലേ ദുആ ചെയ്യാ? അങ്ങനല്ലേ ദുആ ചെയ്യാ? എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ക്യാൻസർ രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അത് വരാത്തവൻ പറയുമത്രേ, എനിക്കിത് വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഷഹീദിന്റെ കൂലിയ. 6 രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയ. അതിൽപ്പെട്ട ഒന്നാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വയറിന്റെ ഉള്ളിൽ രോഗം വന്നിട്ട് മരിക്കുക. 5 നേരം നിസ്കരിച്ച് അള്ളാനെ പേടിച്ചടക്കുന്ന ഒരു മനുഷ്യൻ വയറിന്റെ ഉള്ളിൽ രോഗം വരിക, ആ രോഗങ്ങളിൽ പെട്ടതാണ് ക്യാൻസർ രോഗം. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യന് ക്യാൻസർ രോഗം വന്നു, അവൻ മരണപ്പെട്ട, അവന് ഷഹീദിന്റെ കൂലിയ. നാളെ അവൻ ശുഹദാക്കളുടെ കൂടെയാ. നാളെ ശുഹദാക്കളുടെ കൂടെ പോകുന്നത് കാണുമ്പോ നമ്മൾ പറയും, ഇത് വന്നില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹു പ്രയാസം
പ്രയാസങ്ങൾ തരുമ്പോൾ അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതാൻ കഴിയുക. അല്ലാതെ ആരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്നു, മുട്ട കുടിച്ചിട്ടിരിക്കണോ, വെറ്റയിട്ടിരിക്കണോ, തകട് കുഴിച്ചിട്ടിരിക്കുന്നതൊന്നും അല്ല വിഷയം. അതൊക്കെ ഉണ്ടോ ഇല്ല അത് വേറെ വിഷയം. അതുണ്ടോ ഇല്ലേ, കൊണ്ടാ ഭരിക്കോ ചെയ്താ ഭരിക്കോ ഇല്ല, അതുകൊണ്ട് അത് വൻഭാവത്തി എണ്ണിയത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ല. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുള്ളത് അള്ളാഹു കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ അനുഭവിക്കാനുള്ളത് നീ അനുഭവിച്ചേ പറ്റൂ. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈമാൻ കാര്യം എത്ര പറ മനുഷ്യന്മാരെ, ഈമാൻ കാര്യം എത്ര? 6. ഒന്നാമത്തെ എന്താ? പറ, ഉറക്കെ പറ. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. 2 അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട്. 3 അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട്, മുർസലീങ്ങളെ കൊണ്ട്, അന്ത്യദിനത്തിനെ കൊണ്ട്. 6ാമത്തെ കാര്യം എന്താ? 6ാമത്തെ കാര്യം എന്താ? ഉറക്കെ പറ. നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നീ വിശ്വസിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാഹൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ദുഃഖവും സന്തോഷം എവിടെ നിന്നുണ്ടാകുന്നതാ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. അപ്പൊ അത് വിശ്വസിച്ചാലേ നമ്മൾ വിശ്വാസിയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല, ദുഃഖമില്ലാത്ത ആരുമില്ല, വേദനകളില്ലാത്ത ആരുമില്ല. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹുവേ, പടച്ചവനെ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? പടച്ചവനെ ഇന്ന് തൂങ്ങുകയാണ്. കയറെടുത്തിട്ട് തൂങ്ങുന്ന പെൺകുട്ടികളുണ്ട്. പടച്ചവനെ, കടക്കടിയിലേക്ക് വീഴുമ്പോ, കച്ചവടം നഷ്ടത്തിലായിട്ട് പടച്ചവനെ ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ തന്റെ ഭാര്യയും മക്കളെയും പോലും ഓർക്കാതെ ഒറ്റയടിക്ക് ജീവിതം തീർക്കുന്ന കച്ചവടക്കാരുണ്ട്. പടച്ചവനെ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ, കള്ളക്കേസിൽ കുടുങ്ങുമ്പോ, അപവാദങ്ങളും പരിഹാസങ്ങളും കേൾക്കുമ്പോ, സ്വന്തം മക്കളെ പടച്ചവനെ വിഷം ചോറിൽ കലർത്തിയിട്ട് തന്റെ ഭാര്യക്കും മക്കൾക്കും വിളമ്പിക്കൊടുത്തിട്ട് പടച്ചവനെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മുസ്ലിമീങ്ങളെ നമ്മൾ കണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, സമുദായത്തിലേക്ക്, മുസ്ലിം സമുദായത്തിലേക്ക് വീണ്ടും ആത്മഹത്യ ഇങ്ങനെ കടന്നു വരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരുന്ന ദിവസം പടച്ചവനെ മക്കളോടുകയാണ്, ഓടിച്ചെന്നിട്ട് പടച്ചവനെ അവർക്കൊരു നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ചാകാനാണെങ്കിൽ അതിനല്ലേ സമയം കാണൂ. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും പടച്ചവനെ ജീവിതമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, നാട്ടുകാർ മുഴുവനും ഒറ്റപ്പെടുത്തുമ്പോ, കൂട്ടുകാരും കൂടപ്പിറപ്പും കുടുംബക്കാരും കൈവിടുമ്പോ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ അപവാദം പറഞ്ഞ് നിന്നെ പരിഹസിക്കുമ്പോ, നാണം കെടുത്തുമ്പോ, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുന്നിൽ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ ജീവിതമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നതിന് 1 മിനിറ്റ് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിനക്കൊരു ദിക്ർ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു ദിക്ർ പറയാൻ നിനക്ക് കഴിയുമോ? നിന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ, നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ, നിനക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ, ഒരു ധൈര്യം കിട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിക്ർ പറഞ്ഞു തരികയാ. ഏത് ദിക്റെന്നറിയുമോ? ആര് പറഞ്ഞ ദിക്റെന്നറിയുമോ? ആര് പറഞ്ഞ ദിക്റെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ. ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ. എന്താ അപവാദമെന്നറിയുവോ? ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ. മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു പരത്തുകയാ. അവർ ആയിഷ ബീബിയെ വെറുതെ വിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാ. എന്റെ പ്രിയമുള്ളവരെ, എവിടെ
നോക്കിയാലും ആയിഷാനെ കുറിച്ചാണ് ചർച്ച. പടച്ചവനെ, പള്ളിക്കകത്തും പള്ളിയുടെ വെളിയിലും ഒരു നാട് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കേട്ട് കേട്ട് മടുക്കുകയാ. കാരണം പ്രവാചകനാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ട് കേട്ട് മടുക്കുകയാണ്. സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ച് ദിവസം നിന്റെ വീട്ടിലേക്ക് പോക ആയിഷ, നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുക ആയിഷ. ആയിഷ ബീവിയുടെ ഹൃദയം പൊട്ടുന്ന വേദനയാ. കാരണം ഭർത്താവ് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറയുകയാണ്. ആയിഷ ബീവിയുടെ ശബ്ദം പോലും വെളിയിൽ വരുന്നില്ല. കണ്ണീരല്ലാതെ മറ്റൊരു മറുപടിയുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവി ഓടിച്ചെന്ന് ഉപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് വാപ്പാ, ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എന്റെ വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ആയിഷ വ്യഭിചരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ വാപ്പാ? അല്ലാഹുവേ, വാപ്പ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ആയിഷ ബീവി തളർന്നില്ല. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഇവരൊക്കെ പറയുന്നത് കള്ളമാവുമ്മ, ഇവരെ തെറ്റിദ്ധരിച്ചിട്ട് പറയുകയാ ഉമ്മ. 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാര മകള് നെഞ്ചു പൊട്ടിക്കെട്ടി കരഞ്ഞുകൊണ്ട് പറയുമ്പോ ആ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മറുപടി, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരായിഷ, ഇനി എനിക്ക് വിശ്വസിക്കലല്ലാതെ വഴിയില്ല. ഉമ്മ കൈയൊഴിഞ്ഞു, വാപ്പ കൈയൊഴിഞ്ഞു, കുടുംബക്കാര് കൈയൊഴിഞ്ഞു, ഒരു നാട് മുഴുവനും തെറ്റുകാരി എന്ന മുദ്ര കുത്തികെട്ട് പരിഹസിക്കുമ്പോ കളിയാക്കുമ്പോ നാണം കൊടുത്തുമ്പോ ആയിഷ ബീവി കയറെടുത്തില്ല, നരമ്പ് മുറിച്ചില്ല, വിഷമെടുത്ത് കുടിച്ചില്ല. എന്റെ പ്രിയമുള്ള പെങ്ങള് നിസ്കാരപ്പായിക്കകത്തേക്ക് കിടക്കുകയോ. അന്ന് ചരിത്രം പറയുന്നു, ആയിഷ ബീവിക്ക് 16 വയസ്സിന്റെ താഴെയാണ് പ്രായമുള്ളത്. പഠിച്ചവര് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പഠിച്ചവരെ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി നീർക്കുകയാണ്. ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളുകയാണ്. 15 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു. 16ാമത്തെ ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവി വീടിന്റെ വാതിലിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ഓരോ ദിവസവും ആയിഷ ബീവി സുബഹി നമസ്കാരം കഴിഞ്ഞ് വീടിന്റെ കവാടത്തിലേക്ക് നോക്കാറുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ? 16ാമത്തെ ദിവസം ഇങ്ങനെ നോക്കുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ആയിഷ ബീവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടുകയാ. ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. എന്റെ നിരപരാധിത്വം തെളിയിച്ചോ നബിയേ. ജിബ്രീൽ വന്നു നബിയേ, ഖുർആനിന്റെ ആയത്തുമായി 7 ആകാശം കടന്ന് ജിബ്രീൽ ഇറങ്ങി വന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ ഖുർആനിൽ ആയത്തിറങ്ങി ആയിഷ, നീ നിരപരാധിയാണെന്ന് ഖുർആൻ പറഞ്ഞു ആയിഷ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഇറങ്ങി വന്നു ആയിഷ. ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, 7 ആകാശം കടന്ന് ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി അല്ലാഹുവിന്റെ സഹായവുമായി ഇറങ്ങി വരുമെന്ന് എനിക്കറിയായിരുന്നു നബിയേ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. ആ ചെറിയ പെണ്ണിന്റെ ആ ഉറപ്പ് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? അല്ലാഹുവിന്റെ സഹായം വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാര്യമെന്താ? അവിടെന്ന് പറഞ്ഞു, നബിയേ, ഈ 15 ദിവസം നിസ്കാരപ്പായിലിരുന്ന് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ.
റസൂല് ചോദിച്ചു, ആയിഷ, നിനക്ക് ആത്മവിശ്വാസം നൽകിയ, നിനക്ക് മനക്കരുത്ത് നൽകിയ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തന്ന ആ ദിക്ർ ഏതാ ആയിഷ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിസ്കാരപ്പായിൽ നിന്നിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ മാലിക്കുൽ മുലൂക്കായ പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷാ ബീബി പറഞ്ഞു, അല്ലാ, എന്റെ വാപ്പ കൈയിടിഞ്ഞ് പടച്ചവര്, എന്റെ ഉമ്മ എന്നെ കൈയിടിഞ്ഞ് പടച്ചവര്, എന്റെ കുടുംബക്കാരെന്നെ കൈയിടിഞ്ഞ് പടച്ചവര്, ഈ നാട്ടുകാര് മുഴുവനും ഞാൻ തെറ്റുകാരിയാണെന്ന് എന്നെ മുദ്ര കുത്തിയിരിക്കുന്ന പടച്ചവര്, എങ്കിലും സത്യം നിനക്കറിയാമല്ലോ, നിന്റെ സഹായമല്ലാതെ ഇനിയൊരു സഹായം എനിക്കില്ല പടച്ചവര്, കൈവിടല്ലേ അല്ലാ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ കൈവിടല്ലേ അല്ലാ, ഹസ്ബുനല്ലാഹ്, എനിക്ക് നീ മാത്രം മതി പടച്ചവര്, എനിക്ക് നീ മാത്രം മതി പടച്ചവര്. ആയിഷാ ബീബി റളിയല്ലാഹു തആല ഈ ദിക്റാണ് പറഞ്ഞതെന്ന് പ്രവാചകരോട് പറഞ്ഞു കൊടുക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, ആര് കളിയാക്കട്ടു, ആര് പരിഹസിക്കട്ടു, ആര് നാണം കെടുത്തട്ടു, ഇല്ലാത്തത് പറഞ്ഞ് പരത്തട്ടു, എന്റെ ജീവിതത്തിൽ നിനക്ക് സഹിക്കാൻ കഴിയാത്ത വേദനകളെ സമ്മാനിക്കട്ടു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ പടച്ചവനെ പേപ്പട്ടിയെ തല്ലുന്നതുപോലെ എല്ലാവരും ചുറ്റുഭാഗത്ത് കിടന്ന് നിന്നെ കല്ലെറിയുമ്പോ മോനെ പറയടാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞാൽ അല്ലാഹു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ താങ്ങാൻ കഴിയാത്ത വേദന ഉണ്ടാകുമ്പോ, ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ അല്ലാഹു നമ്മുടെ കടം മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കടം മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ ഈ ദിക്ർ അങ്ങോട്ട് പറ, നിനക്ക് മനസ്സമാധാനം കിട്ടും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന്റെ കടം മാറും, അവൻ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ്യുന്ന മനുഷ്യന് കടമുണ്ടെങ്കിൽ അവന്റെ കടം മാറും, അവൻ കടക്കാരനായി മരിക്കില്ല. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ. ഞാനൊരു രണ്ട് കാര്യം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? കടക്കാരനായി മരിക്കാതിരിക്കണം എന്ന് ആഗ്രഹമുള്ള മഹാന്മാരെന്ന് പൊക്കിക്കോ. കാരണം കടക്കാരനായി മരിച്ച ഷഹീദാണെങ്കിൽ പോലും മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. അല്ലാഹു അങ്ങന്റെ അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൻ ഇരുന്ന് ചിരിക്കുന്നു, ഉസ്താദ് എനിക്കിപ്പം കടമൊന്നും ഇല്ലല്ലോ. മോനെ, നിന്നെ എത്തിക്കാനിലാക്കാൻ അല്ലാഹു കൂടുതൽ സമയമൊന്നും വേണ്ട. ചിലപ്പോ ഈ സഹചാരിയുടെ പിരിവെടുക്കുന്ന പൈസ ചിലപ്പോൾ നിനക്കുള്ളതായിരിക്കും. അല്ലാഹു അങ്ങന്റെ അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം ഇങ്ങോട്ട് നോക്ക്. ഒന്നാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? കേട്ടിട്ട് തീരുമാനിക്കും. ഞാൻ ഇനി വലിയ കാര്യം വല്ലതും പറഞ്ഞാൽ ചെയ്യണമല്ലോ. തീരുമാനിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീടിന്റെ കവാടത്തിൽ ആദ്യം കാണുന്ന മനുഷ്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പറഞ്ഞ നിന്റെ കടം മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. കടം മാറാനുള്ള വഴി എന്താ? പറ മനുഷ്യന്മാരെന്താ വഴി? സലാം പറയണം. വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന സമയം വീടിന്റെ കവാടത്തിൽ കാണുന്ന മനുഷ്യനോട് സലാം പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളുടെ കടം മാറിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. വേണമെങ്കിൽ ചെയ്യുക. രണ്ട്, വീടിനകത്ത് കയറി ഇട്ടിരിക്കുന്ന വസ്ത്രം ആ വസ്ത്രം ഊരിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കണം.
ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയ ഈ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. അള്ളാഹു അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നമ്മളെ കാക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ചെയ്തൂടെ ഉറക്ക അല്ലാഹുവേ, കടക്കാരനായി മരിക്കാതിരിക്കണമെന്ന മോഹത്തോടെ ആരെല്ലാം ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയണോ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇൻഷാ അല്ലാഹ് പറ മനുഷ്യന്മാരെ, പോരാ ഉറക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുന്ന സമയത്ത് ക്ഷമിക്കണം. അള്ളാഹു പരീക്ഷണം നൽകുന്ന സമയത്ത് ക്ഷമിക്കണം. എല്ലാവർക്കും പരാതിയുണ്ട്, ഉസ്താദേ ദുആ ചെയ്യ്, ഓരോ പ്രയാസങ്ങൾ എന്നോട് വന്നിട്ട് പറയാ. ഉസ്താദന്മാരെ കാണുമ്പോ പറയും ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇങ്ങനെ പറയും. നിങ്ങൾക്ക് 3 എണ്ണം ഇങ്ങോട്ട് പറയും, ഈ ഉസ്താദ് ആരോടാ പറയേണ്ടതെന്ന് പറഞ്ഞ് നടക്കാം. നിങ്ങളിപ്പോ എന്റെ അടുക്കൽ വന്നിട്ട് രോഗമാണ്, കടമാണ്, പ്രയാസമാണ്, ദുആ ചെയ്യുന്ന പറയും. ഞാനിപ്പോ പടച്ചവനെ നിങ്ങളെക്കാളും കാര്യങ്ങളും കൊണ്ട് നടക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര വലിയ പരീക്ഷണം ഉണ്ടായാലും ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരേ ഒരു ഹദീസ് ഓർത്താ മതി. എത്ര വലിയ ക്യാൻസർ രോഗം വന്നാലും നീ അല്ലാഹനെ കുറ്റപ്പെടുത്തൂല. എത്ര വലിയ ദുഃഖമുണ്ടായാലും നീ ആരോടും പറയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇല്ലാ യലമൽ ജസാ മഅയലമൽ ഫലാ. ഈ ഒരേ ഒരു ഹദീസ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചോ. എത്ര വലിയ ദുഃഖമുണ്ടായാലും നീ ഒരാളോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കില്ല. നീ ഒരിക്കലും അല്ലാഹനെ കുറ്റപ്പെടുത്തൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇല്ലാ യലമൽ ജസാ മഅയലമൽ ഫലാ. ഖാല നബിയുനാ റസൂലുള്ളാഹി. ഒറ്റ ഹദീസിന്റെ അർത്ഥം പഠിച്ചാൽ മതി. പിന്നെ ജീവിതത്തിലെ എത്ര വലിയ പ്രയാസം ഉണ്ടായാലും ഒരാളോടും പറയില്ല. നീ ഒരിക്കലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കൂല. അള്ളാഹുവിനെ കുറ്റപ്പെടുത്തൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? എല്ലാവരും നേരെ ഇരിക്കും. എന്നിട്ട് ആദ്യം ഈ ഹദീസ് നെഞ്ചത്ത് അങ്ങോട്ട് എഴുതി ചേർക്ക്. കരിമ്പാറയിൽ കുത്തിവെച്ചതുപോലെ നിന്റെ ഹൃദയത്തിൽ എഴുത്, അള്ളാഹു നിനക്ക് ക്യാൻസർ രോഗം തന്നാലും നീ പറയും അൽഹംദുലില്ലാഹ് എന്ന്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ മനുഷ്യന്മാരെ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ വേങ്ങരയിൽ മൊത്തം കയറ്റ അവസ്ഥാതെ ഇറക്കില്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? ഉറക്കപ്പറ. ഉണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? അപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ഇപ്പം നിനക്ക് അള്ളാഹു ദുഃഖം തരുന്നത് ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളം എന്താ? അള്ളാഹു നിനക്ക് എന്തോ നല്ലത് തരാൻ പോകുന്നു, അതിന്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് നീ കരുതണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആരോടാ ഈ ഹദീസ് ആരോടാ പറഞ്ഞതെന്നറിയുമോ? ആരോടാ ഈ ഹദീസ് പറഞ്ഞതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹദീസാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു കണ്ണീരിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരിളക്കം കഴിഞ്ഞാൽ ഒരു കയറ്റമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് ഖുർആൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ളവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പൊന്നുമോനുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു തആല ഇവനെ മകനോട് വല്ലാത്ത സ്നേഹമോ. എവിടെ പോയാലും തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. വാപ്പയും മകനും വല്ലാത്ത സ്നേഹം. നാട്ടുകാര് പറയും ഇത് വല്ലാത്ത സ്നേഹമാണെന്ന്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടി വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞ, പെണ്ണെ എന്റെ പൊന്നുമോനെ നല്ലതുപോലെ നോക്കണു.
എന്റെ പൊന്നുമോനെ നീ നല്ലതുപോലെ നോക്കണ്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് തന്റെ ഭാര്യയുടെ കയ്യിലേക്ക് മകനെ പിടിച്ചു കൊടുക്കുകയോ. എന്നിട്ട് മനസ്സോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി നടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മു സുലൈം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭർത്താവ് കണ്ണുമറയുന്നത് വരെ നോക്കി നിന്നു. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. എന്റെ പൊന്നുമോൻ ഒരു പനി പിടിക്കുകയാണ്. പടച്ചവനെ, എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി കൂടുകയോ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പെണ്ണ് തന്റെ ചോരക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരുന്ന് കരയുകയാണ്. അവസാനം തന്റെ പൊന്നുമോന് രോഗം കൂടിയിട്ടെങ്ങ് മരണപ്പെടുകയോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനങ്ങ് മരണപ്പെടുകയാണ്. ഉമ്മു സുലൈം തന്റെ പൊന്നുമോന്റെ മയ്യത്തെടുത്ത് മടിയിൽ വെച്ചിട്ടിരുന്ന് കരയുകയാ. അവസാനം സഹിക്കാൻ കഴിയുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഉമ്മു സുലൈം റളിയല്ലാഹു തആല കടന്നു ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, പോയി നബിയേ, എന്റെ പൊന്നുമോ പോയി നബിയേ. എന്ത് ചെയ്യണമെന്നറിയാതെ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സുലൈം, ഇത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. ക്ഷമിക്കും അല്ലാഹുവിന് ശുക്ർ ചെയ്യും. തന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ മരിച്ചെന്ന വാർത്ത റസൂലുള്ളാഹിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, അൽഹംദുലില്ലാഹ് എന്ന് പറയും. തന്റെ പൊന്നാര മകൻ മരിച്ചുപോയി. അവസാനം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിച്ചു. അവിടുന്ന് ചോദിച്ചു, നബിയേ, ഭർത്താവ് നാട്ടിലില്ല, എന്റെ ഭർത്താവ് വരുന്നത് വരെ എന്റെ മകന്റെ മയ്യത്ത് ഞാൻ കാത്തുവെക്കടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട, കബറടക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാ. ഉമ്മ തന്നെയാണ് പൊന്നാര മകനെ കുളിപ്പിച്ചത്. അവസാനം എന്റെ പ്രിയമുള്ളവരെ കഫം പൊതിഞ്ഞു കൊണ്ടുപോയി കബറടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. പടച്ചവരെ, ഒരു പാതിരാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു തആല പാതിരാത്രി എഴുന്നേറ്റിരുന്ന് കരയുകയാണ്. കാരണം എന്തെന്നറിയുവോ? നാളെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാ. പൊന്നുമകനെ വല്ലാതെ ജീവന തുല്യം സ്നേഹിക്കുന്ന വാപ്പയാ. മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല. തന്റെ പൊന്നുമോന് മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. പടച്ചവനെ, എന്തേ ചെയ്യേണ്ടത്? തന്റെ ഭർത്താവിനോടെന്ത് മറുപടിയാണ് പറയേണ്ടത്? ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാണ്. അവസാനം പിറ്റേ ദിവസം കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ചു വീടിന്റെ കവാടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു നിൽക്കുകയോ. അബൂ തൽഹ റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു വരികയാണ്. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ടു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയോ. ഇതൊരു നല്ല ഭാര്യയുടെ അടയാളമാ. ഇതൊരു നല്ല ഭാര്യയുടെ അടയാളമാ. പടച്ചവനെ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ല. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് നമ്മുടെ പൊന്നുമോന് മരിച്ചെന്ന് പറഞ്ഞിട്ടാ മനസ്സ് വേദനിപ്പിച്ചില്ല. സലാം മടക്കി ചിരിക്കുന്ന മുഖത്തോടെ വീടിനകത്ത് കയറ്റി. അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചെന്റെ പൊന്നുമോൻ എവിടെ? ഉമ്മു സുലൈം. അവിടുന്ന് ഒരു കള്ളം പറയുകയാ. നമ്മുടെ പൊന്നുമോനൊരു സ്ഥലം വരെ പോയി. നമ്മുടെ പൊന്നുമോനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ. ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, കുളിക്കാൻ വെള്ളം കൊടുത്തു, ധരിക്കാൻ വസ്ത്രം കൊടുത്തു. ആകെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം ചിന്തിച്ചു, അല്ലാ, ഭർത്താവ് പോയിട്ട് നാളുകളായല്ലോ. എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ, എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ. സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. പടച്ചവരെ, എന്നിട്ട് തന്റെ പൊന്നാര മകൻ മരിച്ച വേദന മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ടു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാ. ഭർത്താവിന്റെ ആഗ്രഹം മുഴുവനും സാധിച്ചു കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ഭർത്താവിന്റെ നെഞ്ചത്തിങ്ങനെ ഉമ്മു സുലൈം കിടക്കുകയാ. ആ സമയത്താ ബുദ്ധിയുള്ള പെണ്ണ് ചോദിച്ചു, തൽഹ,
ഒരു മനുഷ്യൻ അമാനത്തായി ഒരു വസ്തു നൽകി, ഒരാൾ അമാനത്തായിട്ടൊരു വസ്തു നൽകി, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? അബൂ തൽഹ പറഞ്ഞു, പെണ്ണേ അത് കൊടുക്കൽ നമ്മുടെ മേല് നിർബന്ധമാണല്ലോ, അമാനത്തായി തന്നതാണല്ലോ. പറയേണ്ട താമസം ഉമ്മു സുലൈം അങ്ങ് കരയാൻ തുടങ്ങി. അതുവരെ കടിച്ചമർത്തിയ വേദനകൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെഞ്ചത്ത് കിടന്നിട്ട് പൊട്ടിക്കരയുകയാ. ആ ഭാര്യയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ ഉമ്മു സുലൈമിനോട് ചോദിക്കുന്നു, പെണ്ണേ നീ എന്തിനാ കരയുന്നത്? എന്തിനാ പെണ്ണേ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, തൽഹ നമ്മുടെ പൊന്നുമോനങ്ങ് പോയി തൽഹ. അല്ലാഹു അമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോന് അല്ലാഹു വന്ന് തിരിച്ചു വിളിച്ചു തൽഹ. റളിയല്ലാഹു തആല തളർന്നു പോവുകയാ. ഇടിത്തി വീഴുന്നത് പോലെയാണ് ആ വാർത്ത കേട്ടത്. കാരണം തന്റെ പൊന്നുമോന് മരിച്ചു പോയെന്ന് കേൾക്കുമ്പോ ഏത് വാപ്പയ്ക്കാ താങ്ങാൻ കഴിയാ? അവസാനം അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാ. ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ? അല്ലാഹുവേ, യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ. അവസാനം സഹിക്കാൻ കഴിയാതെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, അവളെന്നെ ചതിച്ചു നബിയേ, അവളെന്നെ വഞ്ചിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ തൽഹ? അവിടെന്ന് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ മകൻ മരിച്ച വാർത്ത ഇവളെന്നോട് മറച്ചു വെച്ചു നബിയേ. എനിക്കിവള് ഭക്ഷണം തന്നു നബിയേ, ഇവളെന്റെ കൂടെ കിടപ്പറ പങ്കിട്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ, ഇതുപോലെ ഒരു ഭാര്യ അല്ലാഹു നിനക്ക് നൽകിയല്ലോ, ഇതുപോലെ ഒരു പെണ്ണിനെ തന്നില്ലോ. ശുക്ർ ചെയ്യ അബൂ തൽഹ. ഏത് ഉമ്മയ്ക്കാ തന്റെ പൊന്നാര മക്കള് മരിച്ചാ താങ്ങാൻ കഴിയോ? അവളെല്ലാം ഒറ്റയ്ക്ക് മറച്ചു വെച്ചല്ലോ. നീ അങ്ങ് പോയി, അവൾ ഒറ്റയ്ക്കായിരുന്നല്ലോ, സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ലായിരുന്നല്ലോ. എല്ലാം അവള് കടിച്ചമർത്തിയില്ലോ. എന്നിട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നിന്നോട് പറഞ്ഞിട്ട് അവള് നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലല്ലോ. നിനക്ക് അവള് ഭക്ഷണം തന്നില്ലോ, നിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലേ? എന്നിട്ട് അവള് സമാധാനത്തോടുകൂടെയല്ലേ എല്ലാം പറഞ്ഞു തന്നത്. നിനക്കിതുപോലെ ഒരു നല്ല പെണ്ണിനെ കിട്ടിയില്ലോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ തൽഹ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു പൊന്നുമോനെ നൽകും അബൂ തൽഹ. ഇല്ലാ യളമൽ ജസാ മഅയലമൽ ഫലാ. ഒരു ദുഃഖത്തിന്റെ പിറകിലൊരു സന്തോഷമുണ്ട് അബൂ തൽഹ. അവിടുന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, മാസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. പടച്ചവനെ, 9.5 മാസം കഴിഞ്ഞു. ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മകനെ കിട്ടുമെന്ന്. ഉമ്മു സുലൈം ഒരു പൊന്നുമോനെ പ്രസവിച്ചു. കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പെണ്ണ്, എന്റെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, എന്റെ മോന് പാല് കൊടുക്കല്ലേ. ഓടിച്ച മുഴുതന്റെ ചോര കുഞ്ഞിനെ വാരി കിടത്തിയില്ല. ഹദ്റത്ത് റസൂലുള്ളാഹ് റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ചോര കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ, എനിക്ക് സമ്മാനം തന്നു നബിയേ. പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, ദിനം കൊടുത്തു, അബ്ദുല്ലാഹ് എന്ന പേരിട്ടു. എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാ. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹ് എന്ന പേരിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഈ പൊന്നുമകൻ ആരായെന്നറിയോ? അവിടുന്ന് വളരുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്.
ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നമോർ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. എന്റെ പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയായി, വിവാഹം കഴിച്ചു, 11 മക്കൾ ജനിച്ചു. 11 മക്കൾ ജനിച്ചു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ അല്ലാഹു ഒരു സന്തോഷം തരും. ഒരു ദുഃഖത്തിന്റെ പുറകിൽ അല്ലാഹു ഒരു സന്തോഷം തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നതിന്റെ കാരണം നിനക്കൊരു നല്ലത് വരാ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്തിൽ നിന്ന് അല്ലാഹുവേ വിചാരണയില്ലാതെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന് പരീക്ഷണം കൊടുക്കുന്ന സമയം ക്ഷമിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, കണ്ട പരിചയം പോലും കാണിക്കാത്ത പരലോകമുണ്ടല്ലോ. ഒരു പെണ്ണ് പ്രസവിച്ചാൽ പെണ്ണുങ്ങള് പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അന്ന് പ്രസവിച്ച വേദന അറിയില്ല എങ്കിൽ അതെന്ത് ദിവസമായിരിക്കും പെങ്ങള്? പിഞ്ചു കുഞ്ഞുങ്ങള് പേടിച്ചിട്ട് മുടിയങ്ങ നരച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവേ, പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ ഉമ്മ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് മക്കള് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസമുണ്ട്. ചെപ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളിയിട്ട് സഹിക്കാൻ കഴിയാതെ തെറ്റുമാനെ കാണിച്ചു കൊടുത്തിട്ട് മക്കള് പറയുന്നു, അല്ലാ എന്നെ കൊണ്ട് പറ്റുന്നില്ല പടച്ചവര്, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി താല്ലാ, എനിക്ക് പാല് തന്ന എന്റെ ഉമ്മ നെഞ്ചത്ത് കിടത്തി എന്നെ വളർത്തിയ ഉമ്മയൊന്ന് മലത്തി കിടത്തിത്താ, അവരുടെ നെഞ്ചത്ത് കേറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ രണ്ടാമത്തെ ദിവസം രക്ഷപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ വിചാരണ വേളയില് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? അതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, നാളെ നീ ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ പടച്ചവനെ, സ്വർഗ്ഗത്തിലെ വസ്ത്രവുമായി ഒരാള് നിന്റെ ഖബറിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പടച്ചവരെ, ഖബറിന്റെ മുകളില്, നിന്റെ ഖബറിന്റെ മുകളിൽ സ്വർഗ്ഗത്തിലെ വസ്ത്രം കൊണ്ടൊരാള് വന്ന് കാത്തു നിൽക്കുകയാ. പടച്ചവനെ, നീ ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ നിന്നെ വിളിച്ചുണർത്തിയിട്ട് ആ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. എന്നിട്ട് ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ പിടിച്ച് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് പറയുന്നു, അല്ലാ ഈ മനുഷ്യന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. നിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടു നിനക്ക് സ്വർഗ്ഗം തരണേ എന്ന് പടച്ചറപ്പിനോട് പറയുകയാ. എന്നിട്ടതാ നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാ. നഹ്നു നഹ്ഫദുൽ ഖുർആന ഇലാ വജ്ഹില്ലാഹ് വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്. പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതി വരുന്നല്ലോ, ഖുർആനെ സ്നേഹിച്ചവരുണ്ടല്ലോ, ഖുർആനെ പഠിപ്പിച്ചവരുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആനെ പ്രചരിപ്പിക്കുന്നവരുണ്ടല്ലോ, അവര് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമുക്കാർക്കാ ഖുർആനോട് സ്നേഹമുള്ളത്? ആരാണതിനെ പരിഗണിക്കുന്നത്? ആരാണത് ഓതുന്നത്? ആരാ അത്
അത് പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി വഅദ് കേൾക്കാവുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ചോദിക്കട്ടെ, ഇന്ന് വഅദിന് വരുന്നതിന് തൊട്ട് മുമ്പ് നമസ്കരിച്ച സമയത്തല്ലാതെ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഓതി എത്ര പേരുണ്ട്? ഇന്നത്തെ ദിവസം ചിന്തിക്കും മനുഷ്യ, ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വഅദിന് വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളുണ്ടല്ലോ. ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറയാ. ഏറ്റവും ചെറിയ അധ്യായം സൂറത്തുൽ കൗസറ. പടച്ചവനെ, ഈ 114 അധ്യായങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഓതിയവരൊന്ന് കൈവക്കാൻ പറഞ്ഞ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ അധികം പേരും അതിന് ധൈര്യമില്ലാത്തവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് എന്തേ പറ്റിയത്? നീ പത്രം വായിക്കാൻ മറക്കാറില്ലല്ലോ, നീ ഭക്ഷണം കഴിക്കാൻ മറക്കാറില്ലല്ലോ, നീ കുളിക്കാൻ മറക്കാറില്ലല്ലോ, നിന്റെ മറ്റുള്ള ആവശ്യങ്ങൾ നീ മറക്കാറില്ലല്ലോ. പക്ഷേ നിന്റെ വീടിന്റെ ഐശ്വര്യമായ ഒരു കാലത്തും നിന്നെ കൈവിടാത്ത പരിശുദ്ധ ഖുർആനുണ്ടല്ലോ. ദുനിയാവിലെ ജീവിതത്തില്, മരണത്തിന്റെ വേളയില്, ഖബറിനകത്ത്, പരലോകത്ത്, അല്ലാഹുവേ സിറാത്തുൽ മീസാനില്, അവസാന സ്വർഗ്ഗത്തിന്റെ ഉള്ളറയിൽ നിന്റെ 2 കാലും വെച്ചതിന് ശേഷം മാത്രമേ ഖുർആൻ നിന്നെ കൈവിടൂ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്ത് പറ്റി സഹോദരാ? എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ നിനക്ക് എന്തേ പൊന്നുമോളെ മനസ്സിലാക്കാൻ കഴിയാത്തത്? എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാ മരണത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സിറാത്തിനെക്കുറിച്ച്, മീസാനിനെക്കുറിച്ച് അല്ലാഹുവേ പീഡിപ്പിക്കുന്ന എത്രയെത്ര ആയത്തുകൾ ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. പക്ഷേ മാറ്റമില്ലല്ലോ. എത്രയോ ചരിത്രങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് പണ്ടൊക്കെ കുടിലായിരുന്നെങ്കിലും ഒരു സമാധാനമുണ്ടായിരുന്നു. പണമില്ലെങ്കിലും, വാഹനമില്ലെങ്കിലും, AC ഇല്ലെങ്കിലും, കിടക്കാ സ്ഥലമില്ലെങ്കിലും ആ കൂരയ്ക്ക് കീഴിൽ എന്തൊരു സന്തോഷവും സമാധാനവുമായിരുന്നു. പക്ഷേ ഇന്ന് AC ഉള്ള റൂമുണ്ട്. 10 പേർക്കല്ല 20 പേർക്ക് ഒരുമിച്ച് കിടക്കാൻ കഴിയുന്ന വിശാലമുള്ള റൂമോ. പക്ഷേ സമാധാനമില്ലല്ലോ, സന്തോഷമില്ലല്ലോ, തൃപ്തിപ്പെടാ കഴിയുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? പണ്ട് നിന്റെ വാപ്പയും അമ്മയും കഞ്ഞിയും പയറും തിന്നിട്ടാണ് കിടക്കുന്നതെങ്കിലും അവര് ഖുർആൻ ഓതുമായിരുന്നു. വാപ്പോ, അത് കണ്ടിട്ടല്ലേ നീ വളർന്നത്? അത് കണ്ടിട്ടല്ലേ നീ വളർന്നത്? നിങ്ങളെ നിന്റെ ഉമ്മ അന്ന് പടച്ചവനെ കരണ്ടില്ലായിരുന്നല്ലോ, കത്തിച്ചു വെച്ച വിളക്കിന്റെ ചുവട്ടിന് നിന്നെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് നിന്റെ ഉമ്മ യാസീൻ ഓതിത്തരുമായിരുന്നല്ലോ. ഇതെല്ലാം കണ്ടുപിടിച്ച പെങ്ങളുണ്ടല്ലോ. ഇന്ന് മഗ്രിബ് കഴിഞ്ഞാ ഖുർആൻ ഓതുന്ന ഏത് വീടാവാ? ഖുർആൻ ഓതുന്ന ഏത് വീണാ? പടച്ചവനെ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഖുർആൻ ഓതാനുള്ള സമയമാ. അപ്പോഴല്ലേ സജദ ഓതേണ്ടത്, അപ്പോഴല്ലേ വാക്യ ഓതേണ്ടത്, അപ്പോഴല്ലേ മുൽക്ക് ഓതേണ്ടത്, അപ്പോഴല്ലേ മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതേണ്ടത്. പ്രിയമുള്ളവരെ, ഈ പുണ്യമായ സമയത്ത് പടച്ചവരെ ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവര് പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മ, എന്ത് പറ്റിയുമ്മ? നിന്റെ ഈമാൻ നീ എവിടെ കൊണ്ട് പണയം വെച്ചു? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയോട് പറയണപ്പെടാ, ഒരിക്കലെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയണം, പെണ്ണ് ഒരു സൂറത്തെങ്കിലും നിന്റെ നാവ് കൊണ്ടും ഓതുമോള്. അല്ലാഹുവേ, ബഖറ മുതൽ നാസ് വരെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ സൂറത്തെങ്കിലും നിന്റെ നാവ് കൊണ്ടും ഓതു പെണ്ണ്. കേൾക്കാനുള്ള കൊതി കണ്ടാ പെണ്ണുമോട് ഭർത്താവ് ഭാര്യയോട് പറയണം ഒരു സൂറത്തെങ്കിലും ഓതാൻ. പടച്ചവനെ, ഭാര്യ ഭർത്താവിനോട് പറയണമിക്കാ, ഒരു സൂറത്തെങ്കിലും നിങ്ങൾ ഓതുക്കോ. അത് കേൾക്കാനുള്ള കൊതി കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ,
ജീവിതമെന്ന് പറഞ്ഞാലതാ, ജീവിതമെന്ന് പറഞ്ഞാലതാ. പടച്ചവനെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ? രാവിലെ വീട്ടിൽ നിന്ന് പടച്ചവനെ ഇന്നലെ രാത്രി 17 മണിക്ക് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചവനെ, രാവിലെ വയലിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ വല്ലാത്ത കരച്ചല. കാരണം എന്തെന്നറിയുവോ? ഇന്നെന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4ാമത്തെ വർഷം തികയുന്ന ദിവസമാ. ഇന്നെന്റെ വിവാഹ വാർഷികമാണ്. പടച്ചവനെ, അവൾ എന്നോട് ചോദിച്ചു, വിവാഹത്തിന്റെ അന്നത്തെ ദിവസം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്ന് 3ാമത്തെ വർഷമാണ്. എല്ലാ ദിവസവും എല്ലാ വർഷവും ഈ ദിവസം മിക്ക വയതിന് പോകുന്നല്ലോ. രാവിലെ ഇറങ്ങുമ്പോ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ സുമയ്യ, എല്ലാവരും വിവാഹത്തിന്റെ വാർഷികം അടിച്ചു വിളിക്കുമ്പോ പെണ്ണേ, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. പടച്ചവനെ, മജ്‌ലിസിൽ 100 ബദരീങ്ങളെ കുറിച്ച് പറയുന്ന അല്ലാഹുവേ, ആ സദസ്സിൽ നിന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമല്ലോ. അതിനെക്കാളും എന്ത് ഭാഗ്യമാ നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോ ഇന്ന് ഞാൻ എന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമുണ്ട്. അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടിയ ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, എന്റെ പ്രിയമുള്ളവരെ, ആ ചരിത്രം ഏതെന്നറിയുവോ? നീ നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ, നീ നിന്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം പെണ്ണ്. സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കാരാ. ഏത് ചരിത്രമെന്നറിയുമോ? റബീഅത്ത് ബിൻ അസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ റബീഅത്ത് ബിൻ അസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ? സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതുകയാണ്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ടു അവര് നാളെ കുടുംബസമേതം നാളെ പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ സ്വർണ്ണത്തിന്റെ ചാരുകസേരയുടെ മുകളിൽ ഇരുന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഇങ്ങനെ ഇരുന്ന് സുഖിക്കുകയാ. സ്വർഗ്ഗത്തിലേക്ക് പടച്ചവനെ, സ്വർഗ്ഗത്തിലെ ഹൂറിലീകളായ പെണ്ണുങ്ങൾ അവരുടെ ചുറ്റുഭാഗം മുഴുവനും കൂടി നിൽക്കുകയാണ്. സ്വർഗവാസികൾ മുഴുവനും അവരെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന സർവ്വ മലക്കുകളും ഈ ഭാര്യയെയും ഭർത്താവിനെയും നോക്കിയിട്ട് അവര് പോലും പറയുന്നു സലാം. എല്ലാവരും അവരെ ബഹുമാനിക്കുകയോ, എല്ലാവരും അവരെ ബഹുമാനിക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ, റബീഅത്ത് ബിൻ അസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, വിവാഹം കഴിച്ചിട്ടില്ല, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പണ്ഡിതനോ, ആയത്തങ്ങ് പോയി കഴിയുമ്പോ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹ്, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാ തമ്പുരാനേ? എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണ് പടച്ചവര്? എനിക്ക് അവളെ ദുനിയാവിൽ വെച്ച് കാണിച്ചു തരണേ അല്ലാഹ്. എനിക്ക് ദുനിയാവിൽ വെച്ച് കാണണം. എന്റെ സ്വർഗത്തിലെ മണവാട്ടി എനിക്ക് കാണണം. റബീഅത്ത് ബിൻ അസം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അന്ന് പാതിരാത്രി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണിച്ചു കൊടുക്കുകയാ. ആരെയാ കാണിച്ചു കൊടുത്തതെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ
നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ആ പേരാരാണെന്നറിയില്ല, മൈമൂനത്തുൽ മിസ്രി ആരാണെന്നറിയില്ല. നിനക്ക് പാവപ്പെട്ട സിനിമയിലെ സീരിയലിലെ പെണ്ണിനെയല്ലേ അറിയൂ, നിനക്ക് ചന്ദനമഴയിലെ പെണ്ണിനെയല്ലേ അറിയൂ, നീതിമോളയല്ലേ അറിയൂ. എങ്കിലും പെങ്ങളെ, നിന്നെ പോലെ പച്ചവികാരമുള്ള, പച്ചയിറച്ചിയുള്ള വികാരമുള്ള, നിന്നെക്കാളും സൗന്ദര്യമുള്ള ഒരു പെണ്ണി ഭൂമിയുടെ തൊടിക്ക് മുകളിൽ ജീവിച്ചിരുന്ന പെങ്ങള് മൈമൂനത്തുൽ മിസ്രിയ. സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം പെങ്ങളു. എന്റെ പ്രിയമുള്ളവരെ, റബീഅത്ത് ബിൻ അസ്മ ചാടിയെഴുന്നേൽക്കുകയാ, ഉറക്കത്തിൽ നിന്ന് ചാടിയെഴുന്നേൽക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകുകയാ. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാനുള്ള മോഹമുണ്ടോ? തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാനുള്ള മോഹമുണ്ടോ? പടച്ചവനെ, വല്ലാത്ത പണ്ഡിതനോ മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ മുഴുവനും ഓടി വന്ന് മുസാഫഹത്ത് ചെയ്യുകയോ. അല്ലാഹുവേ, നമ്മളും ചെയ്യുമല്ലോ. അലിമീങ്ങളെ കാണുമ്പോ, പണക്കാട് തങ്ങന്മാരെ കാണുമ്പോ, പടച്ചവരെ നമ്മുടെ നേതാക്കന്മാരെ കാണുമ്പോ, പടച്ചവരെ കയ്യിൽ പിടിച്ച് ചുംബിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, അത് ബഹുമാനം കൊണ്ടോ, അത് സ്നേഹം കൊണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, മൈമൂനത്തുൽ മിസ്രിയുടെ നാട്ടിലേക്ക് ചെല്ലുകയാണ്. റബീഅത്ത് ബിൻ അസ്മിനെ എല്ലാവരും വന്ന് മുസാഫഹത്ത് ചെയ്യുകയോ. അവിടെ നിന്ന് ചോദിച്ചു, ഈ നാട്ടിൽ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, എനിക്ക് അവളെ ഒന്ന് കാണണം. നാട്ടുകാർ മുഴുവനും മൈമൂനയെ തിരക്കി നടക്കുകയാണ്. നാട്ടുകാർ മുഴുവനും മൈമൂനയെ തിരക്കി നടക്കുകയാ. അവസാനം വന്നിട്ട് പറഞ്ഞു, തങ്ങള്, ഈ നാട്ടിൽ 3 മൈമൂനമാരുണ്ട്, പക്ഷേ നിങ്ങൾ തിരയുന്നവരല്ല, അവർക്ക് അതിനുള്ള അവകാശമില്ല, അവർ മോശമായ ജീവിതം നയിക്കുന്നവരാ. റബിയ പറഞ്ഞു, അല്ല, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണ് ഈ നാട്ടിലുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങള്, ഒരു മൈമൂന എന്ന പേരുള്ള ഒരു ഭ്രാന്തി പെണ്ണുണ്ട് തങ്ങള്, അവൾക്ക് ഭ്രാന്താതങ്ങള്. അതിരാത്രി ഞങ്ങൾ മുഴുവനും ഉറങ്ങി കഴിയുമ്പോ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ട് പാടുന്നവളാ തങ്ങള്, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ തങ്ങള്. റബിയ പറഞ്ഞു, എങ്കിലും ഞാൻ തിരയുന്ന പെണ്ണവളോ? റബീഅത്ത് ബിൻ അസ്മ ചോദിച്ചവളുടെ വീടെവിടെയാണ്? തങ്ങളെ, അവക്ക് വീടില്ല, അവൾ പർവ്വതത്തിന്റെ മുകളിലാണ്. റബീഅത്ത് ബിൻ അസ്മ നടന്നു പോവുകയാണ്. പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്റെ സ്വർഗത്തിലെ മണവാട്ടി നമസ്കാരത്തിലോ, തന്റെ സ്വർഗത്തിലെ മണവാട്ടി നമസ്കാരത്തിലോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം കഴിഞ്ഞു. റബീഅത്ത് ബിൻ അസ്മ പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. അവിടുന്ന് സലാം പറയുകയാ. മൈമൂന തിരിച്ചു പറഞ്ഞു, വഅലൈക്കുമുസ്സലാം. റബീഅത്ത് ബിൻ അസ്മ അത്ഭുതപ്പെടുകയാ. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മൈമൂന നീ എന്റെ പേര് വിളിച്ചത്? അവിടുന്ന് പറഞ്ഞു, എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. ആ സമയത്ത് മൈമൂനത്തുൽ മിസ്രിയ പറയുകയാ, എന്നെ കാണാമെന്നതല്ലോ, എന്റെ സ്വർഗത്തിലെ മണവാളനല്ലേ. എനിക്കൊരാഗ്രഹമുണ്ട് റബിയ, എനിക്കൊരഭിലാഷമുണ്ട് റബിയ, ഒന്ന് സാധിച്ചു തരുമോ റബിയ? റബിയ ചോദിച്ചു, എന്തേ മൈമൂന? അവിടെന്ന് പറഞ്ഞു, റബിയ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനെന്ന് ഓതി തരുവോ റബിയ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയാ. റബീഅത്ത് ബിൻ അസ്മ, അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ أيها
المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. മൈമൂന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മനോഹരമായ ശബ്ദം അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് മൈമൂനത്തുൽ മിസ്രി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. റബിയ ഓതുകയാണ്. ഓതി ഓതി അവസാനം ഇന്ന ലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തങ്ങ് ഓതേണ്ട താമസമുണ്ടല്ലോ. മൈമൂനയുടെ കൈകാല് വിറയ്ക്കുകയാണ്, കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, ശരീരം മുഴുവനും വിയർക്കുകയാണ്. അവിടെന്ന് വിളിക്കുന്നു റബിയ. ആയത്തൊന്നുകൂടെ ഓതുവോ, ആയത്തൊന്നുകൂടെ ഓതുവോ. നിങ്ങളുടെ നാവ് കൊണ്ട് ഓത് റബിയ. എന്റെ അഭിലാഷമാ റബിയ, എനിക്കതൊന്നുകൂടെ കേൾക്കണം റബിയ. എന്റെ സ്വർഗത്തിലെ മണവാളനല്ലോ, ഒന്നുകൂടെ ആ ആയത്തോതുമോ. റബിയത്തുൽ അസം ഓതുകയാണ്. ഇന്ന ലദൈനാ അൻകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. ഈ ആയത്തിന് ബോധേണ്ട താമസമുണ്ടല്ലോ. നരകത്തിന്റെ കുളത്തുകളെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച്, നരകവാസികളെ വലിച്ചടച്ചുകൊണ്ട് വരുന്ന രംഗത്തെ കുറിച്ചു പറയുന്ന ഖുർആനിലെ ഈ ആയത്തങ്ങ് ബോധേണ്ട താമസം മൈമൂനത്തുൽ മിസ്രിയ തറയിലേക്ക് വീഴുകയോ, കൈകാലുകൾ പിടയുകയാണ്. പിടച്ചവരെ റബിയ ഓടിച്ചെന്നിട്ട് വിളിക്കുന്നു മൈമൂന. ആ സമയത്ത് മൈമൂനത്തുൽ മിസ്രിയ പറയുന്നു അസ്സലാമു അലൈക യാ റബിയ. സലാം പറഞ്ഞു നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടികെട്ടും മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എങ്ങനെയും ഒരുമിച്ച് കൂടിയ പെങ്ങള് എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരോ സീരിയലിന്റെ മുന്നിലിരുന്ന് കരഞ്ഞ് 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 നിന്റെ ജീവിതവും നിന്റെ ആഖിറത്തും നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും എന്തിനാ ഉമ്മ ഈ വയസ്സാം കാലത്ത് പോലും നീ നശിപ്പിച്ചു കളയുന്നത്? ഇത്രയും കൊല്ലം നീ അല്ലാഹനെ പേടിച്ച് ജീവിച്ചില്ലേ? ഈ അവസാനം തീരാൻ പോകുന്ന സമയത്തല്ലേ നീ നിന്റെ അന്തിമ അവസാനം നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, 40 കൊല്ലം നീ നിസ്കരിച്ചവനല്ലേ, അല്ലാഹനെ പേടിച്ച് ജീവിച്ചവനല്ലേ, ഖുർആനും ഓതിയവനല്ലേ. അവസാന കാലം എന്തിനാ? എല്ലാരും ആഖിറത്ത് നന്നാകാൻ ആഗ്രഹിക്കുമ്പോ, എല്ലാരും അവസാനം നന്നാക്കാൻ ആഗ്രഹിക്കുമ്പോ നീ എന്തേ തിരിച്ച് ചിന്തിക്കുന്നത്? എല്ലാവരുടെയും ആഗ്രഹം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനല്ലേ. നീ എന്തേ തിരിച്ച് ചിന്തിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ നിനക്കൊന്ന് നെഞ്ചോട് ചേർക്കാൻ കഴിയുമോ? ഖുർആൻ ഓതിയിട്ട് കരയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖുർആനിലെ ഒരു 6 വരിയുള്ള സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 6 വരിയുള്ള ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതാൻ കഴിയുമോ? ഓതാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ ഈ സൂറത്ത് ഓതുന്ന സമയം കരയട്, ഈ സൂറത്ത് ഓതുന്ന സമയം കരയട്. കരച്ചൽ വരുന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് നിന്റെ അന്ത്യം നന്നാക്കടൂ, നിന്റെ അവസാനം നന്നാക്കടൂ, നിന്റെ അവസാന യാത്ര നന്നാക്കടൂ. എന്റെ പ്രിയമുള്ളവര്, ഈ സൂറത്ത് ഓതണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.